ശബ്ദമുഖരിതമായ ഒരു ലോക അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെയും ശബ്ദ കോലാഹലങ്ങളാണ്. ഭയത്തിൻ്റെ, ഉത്കണ്ഠയുടെ, മത്സരത്തിൻ്റെ, സാമൂഹിക മാധ്യമങ്ങളുടെ, രാഷ്ട്രീയ ഭിന്നതകളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ, ആന്തരിക സമാധാനം ഇല്ലാതാകുന്നതിൻ്റെ കോലാഹലങ്ങൾ. പലതരത്തിലുള്ള വാക്കുകളും സംസാരങ്ങളും മറ്റുള്ളവരിൽ നിന്ന് നാം ശ്രവിക്കാറുണ്ട്. വിജയത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, നിരാശയുടെ വാക്കുകൾ. ഇവിടെയെല്ലാം മധ്യത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നാം വാസ്തവത്തിൽ ദൈവശബ്ദം ശ്രവിക്കാറുണ്ടോ? നമുക്ക് നൽകപ്പെട്ട പാഠഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം മനുഷ്യനോട് വ്യക്തിപരമായി സംസാരിക്കുന്നു എന്നതാണ്. നിരാശയുടെ ആധിക്യത്തിൽ മരുഭൂമിയിൽ ഏലിയാവിനോട് സംസാരിച്ച ദൈവം, പെന്തക്കോസ്ത് നാളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ സംസാരിച്ച ദൈവം, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ മുറിക്കുള്ളിൽ കടന്നു വന്ന് സംസാരിച്ച് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ ദൈവം, ഈ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവിലൂടെയും ദൈവവചനത്തിലൂടെയും തൻ്റെ സാന്നിധ്യം നിലകൊണ്ടും നമ്മോട് സംസാരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ശബ്ദമുഖരിതമായ ലോകത്തിൽ ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചിന്ത, ദൈവം മനുഷ്യൻ്റെ തകർച്ചയുടെ മധ്യത്തിൽ സംസാരിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ തകർച്ചയുടെ മധ്യത്തിൽ സംസാരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള പ്രവാചകനായിരുന്ന ഏലിയാവിനോട് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം സംസാരിക്കുന്നതായി നാം വായിക്കുന്നു. ബാലിൻ്റെ പ്രവാചകന്മാരുടെ മരണത്തിന് കാരണക്കാരനായ ഏലിയാവിനെ കൊല്ലുമെന്ന് അഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന ഇസബേൽ രാജ്ഞി ഭീഷണിപ്പെടുത്തുന്നു. ഏലിയാവ് ജീവനും കൊണ്ട് പാലായനം ചെയ്ത് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിക്കുന്നു. ഏലിയാവ് ക്ഷീണിതനും നിരാശിതനും ഏകാകിയും ഭയചകിതനും ആയിരുന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം 40 പകലും രാവും നടന്നാണ് ഏലിയാവ് ഹോരേബ് പർവ്വതത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി അവൻ രാപാർക്കുന്നു. ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവ് തനിക്ക് സംഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുവാൻ ആരംഭിക്കുന്നു. ചിലപ്പോഴെല്ലാം ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ദൈവം നമ്മെ കൈവിട്ടു എന്ന് നമുക്ക് തോന്നിയേക്കാം. പലതരത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങൾ, നിരാശകൾ, കുറ്റപ്പെടുത്തലുകൾ, ഏകാന്തത ഇവയെല്ലാം നമ്മെ അലോസരപ്പെടുത്തിയേക്കാം. ദൈവശബ്ദം ശരിയായി മനസ്സിലാക്കുവാൻ ഏലിയാവിന് ഇവിടെ കഴിയുന്നില്ല. അതുകൊണ്ട് ഗുഹയ്ക്ക് പുറത്തു വരുവാൻ ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുണ്ടായി. എന്നാൽ ആ കൊടുങ്കാറ്റിൽ ദൈവം ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയുണ്ടായി. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് വീണ്ടും ചോദിക്കുന്ന ദൈവശബ്ദം ഏലിയാവ് കേൾക്കുന്നു. ഏലിയാവ് വീണ്ടും തൻ്റെ പ്രശ്നങ്ങളുടെ കെട്ടുകൾ ദൈവമുമ്പാകെ അഴിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ദൈവം ചില ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏലിയാവിനെ ഏൽപ്പിക്കുന്നു. അരാമിന് രാജാവായി ഹസായേലിനെയും ഇസ്രായേലിന് രാജാവായി യേഹുവിനെയും ഏലിയാവിന് പകരം പ്രവാചകനായിട്ട് എലീശയെയും അഭിഷേകം ചെയ്യണമെന്ന് ദൈവം ഏലിയാവിനോട് പറയുന്നു. ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ ദൈവശബ്ദം ശരിയായി ശ്രവിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയാറില്ല. ദൈവശബ്ദം കേൾക്കുവാൻ ലൗകിക കോലാഹലങ്ങളിൽ നിന്നും വേറിട്ട് നിശബ്ദമായി ദൈവത്തെ അന്വേഷിക്കണം. അനേക ആളുകൾ ദൈവസാന്നിധ്യം മനസ്സിലാക്കുവാനായി അടയാളങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അത്തരക്കാർ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും മറന്നു പോകുന്നു. നിശബ്ദമായ യാമങ്ങളിൽ അന്തരീക്ഷത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നു. സംഗീതക്കാരൻ പറയുന്നു, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ മനസ്സും ശരീരവും അസ്വസ്ഥമാകുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത്തരം സമയങ്ങളിൽ നിശബ്ദമായ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി ദൈവത്തോട് സംസാരിക്കുവാനും ദൈവവുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാനും നമുക്ക് ഇടയാകണം. ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണം. ശാന്തമായ സമയങ്ങളിൽ
ദൈവം നമ്മോട് സംസാരിക്കും. അത് നമ്മുടെ ഭയത്തെയും നിരാശയെയും ഏകാന്തതയെയും ഇല്ലാതാക്കും. ഏലിയാവിൻ്റെ ഏകാന്തതയിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന 7000 പേർ ഇസ്രായേലിൽ ഉണ്ട് എന്ന് ദൈവം ഏലിയാവിനെ അനുസ്മരിപ്പിക്കുന്നു. ദൈവശബ്ദം ഏലിയാവിൻ്റെ ജീവിതത്തിൽ രൂപാന്തരവും പ്രത്യാശയും ഉണ്ടാകുവാൻ കാരണമാകുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ രൂപാന്തരവും പ്രത്യാശയും അനുഭവിക്കുവാൻ ഇടയാകണം. രണ്ടാമത്തെ ചിന്ത, ദൈവം പരിശുദ്ധാത്മ ശക്തിയിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവ ശക്തിയോടുകൂടെ നമ്മോട് സംസാരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു രീതിയിൽ ദൈവം വ്യക്തികളോട് സംസാരിക്കുന്നതായി നാം കാണുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും അനുയായികളും യെരുശലേമിൽ എത്തിച്ചേരുകയും പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിരുന്നു. പെസഹ പെരുന്നാളിന് ശേഷം 50-ാം ദിവസമാണ് ഇത് ആചരിച്ചിരുന്നത്. പെന്തക്കോസ്ത് പെരുന്നാൾ കൊയ്ത്തിന് ശേഷമുള്ള ഒരു പെരുന്നാളായും ആചരിച്ചിരുന്നു. പെരുന്നാൾ സമയങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും യഹൂദന്മാർ യെരുശലേമിൽ എത്തിയിരുന്നു. ഇപ്രകാരം യേശുവിൻ്റെ ശിഷ്യന്മാരും അനുയായികളും പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമാകുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഗലീലക്കാരും അരാമ്യ ഭാഷ മാത്രം സംസാരിക്കാൻ അറിഞ്ഞിരുന്നവരുമായ യേശുവിൻ്റെ ശിഷ്യന്മാർ മറ്റ് ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഇവിടെ അനേക സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്ന ആളുകൾ അവരുടെ മുമ്പിലാണ് അവരുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രസ്താവിക്കുന്നത്. തങ്ങളുടെ ഭാഷകളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സംസാരിക്കുന്നത് കേട്ട് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവശബ്ദം ദേശങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഭാഷകൾക്കും അതീതമാണ് എന്നുള്ളതാണ്. ദൈവം നമുക്ക് മനസ്സാകുന്ന രീതിയിൽ ദൈവവചനം നൽകി തരുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ പകരപ്പെട്ടതുകൊണ്ടാണ് വിവിധ ഭാഷകളിൽ ദൈവവചനം സംസാരിക്കുവാൻ അവർ പ്രാപ്തരായത്. നിരാശിതരും ഭയചകിതരുമായിരുന്ന അവർ ധൈര്യമുള്ളവരും യേശുവിൻ്റെ സാക്ഷികളുമാകുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോക അന്തരീക്ഷത്തിൽ വിദ്വേഷത്തിൻ്റെ, പകയുടെ, വിഭാഗീയതയുടെ, സ്വാർത്ഥതയുടെ ശബ്ദങ്ങളാണ് നാം അനുദിനം മറ്റുള്ളവരിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളുടെയെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അന്തരീക്ഷത്തിലും ദൈവവചനം വ്യക്തമായി ധൈര്യത്തോടും സംസാരിക്കുവാൻ വ്യക്തികളെയും സഭയെയും പ്രാപ്തമാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ ക്രിസ്തീയ വിശ്വാസം വെറും ഒരു മതവിശ്വാസമായി അധപ്പതിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ സഭ ജീവനുള്ള ദൈവത്തെ സാക്ഷിക്കുന്ന സമൂഹമായി രൂപാന്തരപ്പെടുന്നു. തിന്മയിൽ നിന്നും സത്യത്തെ വിവേചിച്ചറിയുവാനും ദൈവവഴികളെ തിരിച്ചറിയുവാനും ദൈവവചനം പ്രഘോഷിക്കുവാനും സമാധാനത്തിൻ്റെ വാഹകരാകുവാനും പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു. ഇന്ന് ക്രിസ്തീയ സഭയ്ക്കും വിശ്വാസികൾക്കും ആവശ്യമായിരിക്കുന്നത് അറിവുകളല്ല, ആത്മീക രൂപാന്തരമാണ്. ദൈവശബ്ദം കേൾക്കുവാൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന സമൂഹമാകണം ക്രിസ്തീയ സഭ. ദൈവശബ്ദം നമ്മുടെ വാക്കുകളിലൂടെ, ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും വെളിപ്പെടുവാൻ ഇടയാകണം. മൂന്നാമത്തെ ചിന്ത, ഭയം നിറഞ്ഞ ഹൃദയങ്ങളിൽ ദൈവം സമാധാനവും ദൗത്യവും പ്രഘോഷിക്കുന്നു. ഭയം നിറഞ്ഞ ഹൃദയങ്ങളിൽ ദൈവം സമാധാനവും ദൗത്യവും പ്രഘോഷിക്കുന്നു. യോഹന്നാൻ 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ അടച്ചിട്ട മുറിക്കുള്ളിൽ യഹൂദന്മാരെ പേടിച്ച് കഴിയുന്നതായി നാം വായിക്കുന്നു. ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിലും ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമായിരുന്നു അവർ. ഇത്തരമൊരു സാഹചര്യത്തിലാണ് യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞത്. ഇവിടെ യേശു ശിഷ്യന്മാരുടെ ഭയത്തെ വിമർശിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പകരം തൻ്റെ തുളയ്ക്കപ്പെട്ട കൈകളും കാലുകളും വിലാപ്പുറവും അവരെ കാണിക്കുകയും ക്രൂശിൽ തറയ്ക്കപ്പെട്ട അതേ യേശുവാണ് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. കൂടാതെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി അവർക്ക് നൽകുകയും ദൈവിക ദൗത്യത്തിനായി അവരെ
നിയോഗിച്ച് അയക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ശബ്ദം ശിഷ്യന്മാരുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി. പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച ശക്തിയും ആത്മധൈര്യവുമാണ് ലോകത്തിൻ്റെ അറ്റത്തോളം കടന്നു ചെന്ന് യേശുവിൻ്റെ സാക്ഷികളാകുവാൻ അവരെ പ്രാപ്തരാക്കിയത്. നാം ജീവിക്കുന്ന ലോക അന്തരീക്ഷത്തിൽ ഇന്നും അനേകർ ഭയത്താൽ മറ്റുള്ളവരിൽ നിന്നും അകന്ന് മറഞ്ഞിരിക്കുന്നു. പരാജയഭീതി, തള്ളപ്പെടുമോ എന്ന ഭയം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, മരണഭീതി ഇവയെല്ലാം ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്നും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നതിൽ നിന്നും വ്യക്തികളെ പിന്തിരിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ലോകത്തിലെ ശബ്ദങ്ങളും കോലാഹലങ്ങളും മനുഷ്യ മനസ്സുകളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. എന്നാൽ ദൈവശബ്ദം വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം നൽകുന്നു. അതുകൊണ്ട് ദൈവ ശബ്ദത്തിനായി കാതോർക്കുമ്പോൾ ഭയം നമ്മെ വിട്ട് അകന്ന് പോകുന്നു. ദൈവശബ്ദം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ദൈവിക ദൗത്യത്തിനായി നിയോഗിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവശബ്ദം ശ്രദ്ധയോടെ ശ്രവിക്കുവാനും ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്കും ദൗത്യ നിർവഹണത്തിലേക്കും പ്രവേശിക്കുവാനും നമുക്ക് ഇടയാകണം. ദൈവം നിശബ്ദതയിൽ സംസാരിക്കുന്ന ദൈവമാണ്. ഏലിയാവിനെ പോലെ ദൈവശബ്ദം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് സംസാരിക്കുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാർ നയിക്കപ്പെട്ടതുപോലെ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ദൈവസമാധാനവും ദൗത്യവും നമുക്ക് നൽകി തരുന്നു. അടച്ചിട്ട മുറിക്കുള്ളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരുടെ ജീവിതത്തിലെ നിരാശയുടെയും ഭയത്തിൻ്റെയും ഏകാന്തതയുടെയും അവസ്ഥകളിൽ അവർക്ക് സമാധാനം നൽകി കൊടുക്കുന്നു. ഈ കർത്താവ് ഇന്നും നമ്മുടെ ഏകാന്തതയുടെ അവസ്ഥകളിൽ നമ്മുടെ അരികെ വന്ന് നമുക്ക് സമാധാനം നൽകുന്നവനാണ്. അതോടൊപ്പം യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനും യേശു നമ്മെ വിളിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒരുക്കാം. ദൈവിക നടത്തിപ്പും സമാധാനവും അനുഭവിക്കുന്നതോടൊപ്പം ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.